ദൈവനാമം മഹത്വം ഉണ്ടാവട്ടെ. എന്തിനാണ് കൺവെൻഷൻ? ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ഇതിൽ പാവപ്പെട്ട വിശ്വാസികൾക്ക് എന്ത് കിട്ടും? പണം ഉണ്ടാക്കാം സംഘടനകൾക്ക്. എനിക്ക് അറിയാവുന്ന കൂട്ടായ്മ ആണ് കോലഞ്ചേരി MY യോഹന്നാൻ. അദ്ദേഹം മരിച്ചുപോയി. അവരുടെ ആളുകളിൽ പാവപ്പെട്ട ആളുകൾക്ക് ജോലി മേടിച്ചു കൊടുക്കും. അവരുടെ കമ്പനികളിൽ വിശ്വാസികളുടെ മക്കൾക്ക് ജോലി കൊടുക്കും. വീട് ഉണ്ടാക്കി കൊടുക്കും. സാമ്പത്തിക സഹായങ്ങൾ. അങ്ങനെ കൂട്ടായ്മ ആളുകൾക്ക്. വിശ്വാസികളുടെ ജീവിതം നന്നായിരിക്കുന്നു. അത് പെന്തിക്കോസ്ത് കൂട്ടായ്മയല്ല. അത് എല്ലാ സഭകളും അതിലുണ്ട്. അവരെയൊക്കെ കണ്ടുപഠിക്കണം. കൺവെൻഷൻ നടത്താൻ വേണ്ടി മാത്രം. പെന്തിക്കോസ്ത് കൂട്ടായ്മകൾ. വിശ്വാസികളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു സഹായവും ഇവർ കൊടുക്കുന്നില്ല. എത്ര പേർക്ക് ഇവർ വീട് വച്ചുകൊടുത്തു? പെന്തിക്കോസ് വിശ്വാസത്തിൽ പാവപ്പെട്ടവർ ഉള്ളവർ ആണ്. മലയോര മേഖലയിൽ ഇവർ അവിടെ എത്ര പേർക്ക് വീട് വച്ചുകൊടുത്തു? സുവിശേഷം പറഞ്ഞാൽ മാത്രം പോരാ. സാമ്പത്തിക കഴിവില്ലാത്തവർക്ക് സഹായിക്കാനും കൂടി അവർ ചെയ്യും. പെന്തിക്കോസിൽ സുവിശേഷം പറയുന്നുണ്ട്. ഈ പിന്നോക്കം നിൽക്കുന്നവർ, അവർക്ക് വേണ്ടി സ്കൂൾ ഉണ്ടോ? പാസ്റ്റർമാരുടെ ജീവിത നിലവാരം. പാവപ്പെട്ട പാസ്റ്റർ, അവർക്ക് ചികിത്സിക്കാൻ സഹായം കൊടുക്കുന്ന പദ്ധതികൾ എവിടെ? സോഷ്യൽ മീഡിയയിലും ഇതുപോലെ കഷ്ടപ്പെടുന്ന പാസ്റ്റർ സഹായത്തിനായി വരുന്നുണ്ട്. ഇത് പാരമ്പര്യ സഭകളിലുണ്ടോ? അവരുടെ അച്ഛന്മാർ ഇതുപോലെ ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്ന ഗതികേട് ഉണ്ടാവുന്നുണ്ടോ? കാരണം പെന്തിക്കോസിലേക്ക് ആളെ ചേർത്താൽ മാത്രം പോരാ. അവരെ സ്നേഹിക്കാനും പരിഗണിക്കാനും വേണം. കാശ് ഉള്ളവർക്ക് മാത്രമുള്ള പരിഗണന കൊടുത്താൽ സഭയിൽ ആളുകൾ വരുന്നവർ എങ്ങനെ ഉറച്ചു നിൽക്കാനാണ്? ഞങ്ങളുടെ നാട്ടിൽ ധാരാളം പാവപ്പെട്ട ആളുകൾ മാറിയിരിക്കുന്നു. സ്നേഹത്തോടെ. പ്രജു ചോറ്റാനിക്കര.